ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ ഹങ്കാണ് വണ്ടി. ജനസർവീസായിട്ട് കയറ്റിയാണ് വണ്ടി. നമ്മൾ ഓടിച്ചു നോക്കുന്ന സമയത്ത് വണ്ടി വലിയ തീരെ ഇല്ല. ക്ലച്ച് ഡിസ്ക് കംപ്ലൈൻ്റ് ആണ്. പിന്നെ ഫ്രണ്ട് ടയർ കംപ്ലൈൻറ്റ്, ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് പ്രശ്നമുണ്ട്, ബാക്ക് വീലിൻ്റെ ബെയറിങ് പ്രശ്നമുണ്ട്, ബ്രേക്ക് ഒരു കംഫർട്ടല്ല. അങ്ങനെ അത്യാവശ്യം ഒരുവിധം മെയിൻ്റനൻസ് ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിടണം. ബ്രേക്ക് ലൈനർ മാക്സിമം തീർന്നു. കമ്പനി ലൈനറൊക്കെ കിടക്കണേ, ഒറിജിനൽ ലൈനറാണ് കിടക്കുന്നത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിൻ്റെ സിമ്പിളിനകത്ത് കിടക്കുന്നുണ്ട്. പക്ഷേ പ്രോബ്ലം എന്താ വെച്ചാൽ ഇതിൻ്റെ ഹബിനകത്തുണ്ടല്ലോ സ്ക്രാച്ചസ് വന്നിട്ട് ബ്രേക്ക് ലൈനർ നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ച് വരപ്പെട്ടേക്കാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഹബിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ അറിയാം ഇവിടെ നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ട് എടുത്തു പോയേക്കാം. ഇത് ശരിക്കും പോളിഷ് ചെയ്തിട്ടും കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ പോളിഷ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ലെയ്ത്തിൽ കയറ്റിയിട്ട് കട്ട് ചെയ്ത് ആ ലെവലിനോട് ചേർക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ലൈനറിൻ്റെ ആ കുറേ കൂടി വികസിച്ചാലാണ് ബ്രേക്ക് ആവുള്ളൂ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ബ്രേക്കിൻ്റെ ലൈനറിൻ്റെ കാലാവധി കുറവായിരിക്കും. പിടിപിടിയിൽ നിന്ന് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും. ബ്രേക്ക് ഒരു സ്മൂത്ത് ആയിരിക്കില്ല. അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റാമെന്ന് പറഞ്ഞാൽ അലോയ് വീല് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ അസംബ്ലി മാറ്റൽ കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമുക്ക് ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ വന്ന ഡ്രം യൂണിറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലുണ്ട്, അത് ലെയ്ത്തിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം സ്റ്റാൻഡേർഡ് അതിൻ്റെ ഡ്രം കയറ്റി സെറ്റ് ചെയ്യാൻ ഉള്ളിൽ, എന്നിട്ട് കറക്റ്റ് പോളിഷ് ചെയ്ത് നമ്മുടെ കമ്പനി സ്റ്റാൻഡേർഡ് മോഡലിലേക്ക് ആക്കി എടുക്കണമായിരിക്കും ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ ഈ വീലിൻ്റെ വീൽ ബെയറിങ് വന്ന ഭാഗത്തും ലൂസാണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ലീവൊക്കെ പോയി ആ ഒരു ഔട്ടർ ലൂസാണ് കാണിക്കണം മെയിനായിട്ട് കേട്ടോ. അപ്പോൾ ഹബ്ബ് സ്ലീവ് ചെയ്താൽ തന്നെയാണ് അത് ക്ലിയർ ആവുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് അല്ലെങ്കിൽ ചതഞ്ഞ രീതിയിലുള്ളൊരവസ്ഥയിൽ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നത് കട്ട ടയറാണ് ഈ കിടക്കണേ, അതിൻ്റെ ഒരു പാളിച്ചൊക്കെ ഉണ്ട് വണ്ടി ഓടുന്ന സമയത്ത്. പിന്നെ ചെയിൻ സ്പോക്കറ്റ് പുതിയ സ്പോക്കറ്റാണ്, വലിയ പഴക്കമായുള്ള, പക്ഷേ ടൈറ്റ് ചെയ്യാതെ കൊണ്ട് സംഭവം ഓവർലാപ്പിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ 100% സൗണ്ട് പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇടയ്ക്ക് ലൂസാവുന്ന സമയത്ത് നമ്മളത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം വണ്ടി ഓടുന്ന സമയത്ത് അത്രയും ഇതിനകത്ത് നമ്മൾ ഓരോ ആക്സിലേഷൻ കൊടുത്ത് പോവുകയും ചെയ്യുമ്പോൾ അങ്ങനെ കയറി ഇറങ്ങി വർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ലൂസ് ടൈറ്റ് കാണിക്കും. തന്നെയല്ല ഇതിൻ്റെ സസ്പെൻഷൻ്റെ ലെങ്ത്ത് കണ്ടോ, ഇവിടെ നിന്ന് തുടങ്ങിയാൽ അത്ര ലെങ്ത്തുള്ള മോഡലാണ്. അപ്പോൾ ചെയിൻ്റെ ലെങ്ത്ത് നീട്ടം എന്തോരം കൂടണം, അതിൻ്റെ അനുസരിച്ചിട്ട് അത് കറക്റ്റായിട്ട് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് നേരെ പകുതിയായിട്ട് കുറയും. ഇപ്പോൾ ശരിക്കും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. തൽക്കാലം ക്ലീൻ ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ ഈ ബാക്കിലത്തെ സസ്പെൻഷൻ യൂണിറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിൽ ഇത് ഇവിടെ കണ്ടിട്ട് ഒരു നീഡിൽ ബെയറിങ് വരും. അതിൻ്റെ ഒരു പ്ലേയും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയാക്കിയതിന് ശേഷം വേണം ഈ പറഞ്ഞ വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറണം, ഹബ്ബ് സ്ലീവ് ചെയ്യണം, അതേപോലെ തന്നെ ചെയിന് ഈ പറഞ്ഞ രീതികൾ വലിക്കുക, സസ്പെൻഷൻ ബെയറിങ് മാറ്റിയിട്ട് റെഡിയാക്കിയാലാണ് അത് കറക്റ്റ് ആവുള്ളൂ. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം പൊടിയടിച്ച് മാറ്റേണ്ട ഒരു സിറ്റുവേഷനാണ്. അത് ഓൾറെഡി നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ മാറ്റേണ്ടി വരുന്ന പാർട്സാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ എൻജിൻ ഓയിൽ മാറണുണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് കോൺസെപ്റ്റ് ചെറിയൊരു ലൂസ് കാണിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് തൽക്കാലം സെറ്റ് ചെയ്ത് നോക്കാം. വലിയ അടിയില്ലാത്ത രീതിയിലേക്ക് നമുക്ക് തൽക്കാലം സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അറേഞ്ച് ചെയ്തെടുക്കാം. പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ ബാറ്ററിയാണ്. 2023 മോഡൽ ബാറ്ററിയാണ് ഇതിൽ ഇരിക്കണേ. ആമറോണിൻ്റെ ബാറ്ററിയാണ്. 6 ആമ്പിയറിൻ്റെ ബാറ്ററി ആണ് ഇരിക്കണേ. വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. പക്ഷേ നമ്മളതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.72 കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വാല്യൂസായിട്ട് കാണിക്കുന്നത് ഡാമേജ് ആയിട്ട് കാണിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഉപയോഗം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. നമുക്കത് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ടെസ്റ്റ് അടിച്ച് നോക്കാം. വീണ്ടും കംപ്ലയിൻറ്റ് കാണിക്കുക, സെൽഫിൻ്റെ പ്രോബ്ലം കാണിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാറണ്ടിയിലുള്ള ബാറ്ററി നമുക്ക് വാറണ്ടിയിൽ നിന്ന് മാറ്റി കിട്ടും കേട്ടോ. അപ്പോൾ അത് നോക്കണം. നമ്മുടെ എന്താ പറയുക, കറക്റ്റായിട്ട് ഉപയോഗിക്കാണ്ട് ഇതിനകത്ത് വോൾട്ട് കറക്റ്റ് ഉണ്ടെങ്കിൽ കൂടി ആംബിയർ കുറഞ്ഞ് പോയിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ ആംബിയർ കുറഞ്ഞാലും ഇതിനകത്ത് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണോ അത് 100% പെർഫെക്റ്റ് ആണെങ്കിലാണോ മീറ്ററിന് അത് ഡിറ്റക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെയുള്ളത് സ്പാർക്ക് പ്ലഗ്ഗാണ്. പ്ലഗ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്ലഗ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നീട്ടം ഉള്ള മോഡലാണ്. ഇതെനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വന്നപ്പോൾ മാറ്റിയിട്ടപ്പോൾ ചെറിയ പ്ലഗ് ഇട്ടേക്കാം. ഇത് പഴയ മോഡൽ സ്പ്ലെൻഡർ മോഡൽ വണ്ടിക്കൊക്കെ പഴയ മോഡൽ വണ്ടികൾ തന്നെയാണ്. നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ വണ്ടിയിലേക്ക് വരുമ്പോഴത്തേക്കും 150 cc ഒക്കെ വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഇത്രയും കൂടി നീട്ടം ഉണ്ടാവും. അത്യാവശ്യം നീട്ടമുള്ള ടൈപ്പ് പ്ലഗ്ഗാണ് നമുക്ക് വരാം. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ പ്ലഗ് നമ്മൾ സെറ്റ് ചെയ്യണതിനകത്തുള്ള ഇങ്ങനെയുള്ളൂ. അപ്പോൾ അത്രയും ഉള്ളിലേക്ക് കയറിയിട്ടാണ് അതിൻ്റെ ഫയറിങ് നടക്കുക. ഇപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ പ്ലഗിന് ഇത്ര നീട്ടമുള്ളൂ, ബാക്കിയത്തെ ഇത്ര നീട്ടം ത്രെഡ് വെറുതെ ഫ്രീ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുക ഹെഡിനകത്ത്. അപ്പോൾ അവിടെ വന്ന് ഈ പറഞ്ഞ രീതിയിൽ കൂടെ കത്തി അതിൻ്റെ ഉള്ളിൽ ആ ത്രെഡ് ഫുള്ള് കാർബൺ കയറി ഇതായേക്കായിരിക്കും. നമുക്കൊന്ന് പതുക്കെ ടൈറ്റ് ചെയ്തൊക്കെ നോക്കാം, പുതിയത് ഇട്ട് നോക്കാം. കാരണം ഞാൻ ലോങ് ത്രെഡ് പ്ലഗ് തന്നെയാണ് നമുക്കതിന് പറ്റുള്ളൂ. കാരണം അതല്ലെങ്കിൽ പിന്നീട് അത് സ്റ്റാർട്ടിങ് പ്രോബ്ലം അങ്ങനെ കറക്റ്റ് പിക്കപ്പ് കുറവ് അങ്ങനത്തെ പല പ്രശ്നങ്ങളായിട്ട് അത് കാണിക്കും.
ഇത് തൽക്കാലം കിട്ടിയൊരു പ്ലഗ് എടുത്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുകൊണ്ട് നടന്നു. ആ ഒരു ഇതിനകത്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. പിന്നെ വണ്ടി വലിക്കണില്ലെന്ന് പറഞ്ഞതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ക്ലച്ച് ഡിസ്കിൻ്റെയാണ് കംപ്ലയിൻറ്റ്. ക്ലച്ച് അഴിച്ച് കാരണം കഴിഞ്ഞാൽ വണ്ടി നമ്മൾ ആക്സിഡൻറ്റ് കൊടുത്താൽ കഴിഞ്ഞാൽ വണ്ടി റേസ് ആവും. പക്ഷേ വണ്ടി റേസ് ആവണതിൻ്റെ ഒരു മൂവ്മെൻ്റ് ഒന്നും വണ്ടിക്കില്ല. അത് ക്ലച്ച് ഡിസ്കിൻ്റെയാണ്. ഞാനിപ്പോൾ അഴിച്ചിട്ടില്ല. ഞാനിപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പ്രതീക്ഷിച്ചിട്ട് വേണമല്ലോ നമുക്ക് ആ ഒരു എസ്റ്റിമേറ്റ് അറേഞ്ച് ചെയ്ത് അതൊരു ധാരണയിലായിട്ട് വേണം നമുക്ക് അഴിക്കാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഹെഡിൻ്റെ സൈഡ്, എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് ലീക്കേജ് ഉണ്ട്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം ഓയിലൊക്കെ പിടിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ ഓയിലൊക്കെ പിടിച്ചിരിക്കുന്നത് കാണുന്നത്. നമുക്ക് ആ കവറിൻ്റെ ഗ്യാസ്കറ്റ്, അതിൻ്റെ ഉള്ളിൽ തന്നെ റബ്ബർ ഗ്യാസ്കറ്റ് കംപ്ലയിൻറ്റ് വന്നേക്കുന്നത്, അത് അഴിച്ച് നമുക്ക് മാറ്റിയിടാം. പിന്നെ ടാപ്പറ്റ് ക്ലിയറൻസൊക്കെ കറക്റ്റായിട്ട് ചെയ്യാനുണ്ട്. ഈ പറഞ്ഞ പോലെ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മളിപ്പോൾ തൽക്കാലം അഴിക്കാതിരിക്കണതാണ് നല്ല. ഓടിച്ച് നോക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നം തോന്നണില്ല. കാർബറേറ്റർ ഇപ്പോൾ ഇങ്ങനെ അഴിക്കുമ്പോഴുള്ള പ്രശ്നമില്ലേ, ഈ നമ്മൾ കാർബറേറ്റർ ക്ലീനറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഓവർഫ്ലോ വരാനൊക്കെ ഉള്ളൊരു സാധ്യത. കാരണം വണ്ടി ഉപയോഗിക്കാണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഈ അലുമിനിയം കേസിൽ വെള്ളത്തിൻ്റെ പ്രസൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ ഒരു പൂപ്പൽ പോലെ പിടിച്ചിരിക്കും. അപ്പോൾ ക്ലീനർ അടിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് അത് എടുത്ത് പോകും. ക്ലീനർ എന്നല്ല, എന്ത് ഉപയോഗിച്ചാലും നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതാണ് പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ സീറ്റിങ് നഷ്ടപ്പെടും. ഓവർഫ്ലോ ഒക്കെ വരാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട്. അത് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വണ്ടികളിൽ അങ്ങനെ പ്രശ്നം താരതമ്യേന കുറവാണ്. വരില്ല എന്നല്ല, പക്ഷേ താരതമ്യേന കുറവായിട്ട് നമുക്ക് കാണുന്നത്. പക്ഷേ അങ്ങനെ കയറ്റി വെച്ചിട്ട് കറക്റ്റ് ഉപയോഗിക്കാണ്ടൊക്കെ മാറ്റി വയ്ക്കുക, അതിൽ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാണ്ടൊക്കെ വെച്ചേക്കേണ്ട കേസിലൊക്കെ ഉറപ്പായിട്ടും പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഓടിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം അഴിച്ചാൽ മതി. കാരണം എന്ന് വെച്ചാൽ വലിയ ഉറവോ അല്ലെങ്കിൽ പിക്കപ്പ് ലോയിൽ അങ്ങനെ കാര്യമായിട്ടുള്ള വേരിയേഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അഴിച്ചാൽ മതി. കാരണം എന്ന് വെച്ചാൽ കാർബറേറ്റർ അസംബ്ലിക്ക് 5500 തുടങ്ങിയ ഏകദേശം 6000 രൂപ താഴെ നമുക്ക് അതിന് മാത്രം കോസ്റ്റ് വന്നുണ്ട്. അപ്പോൾ അത് തൽക്കാലം നമുക്ക് പെൻഡിങ് നിർത്താണ്. ബാക്കിയത്തെ വർക്കുകൾ നമ്മൾ തൽക്കാലം ചെയ്യാം. പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡ് അത് നമുക്ക് ഫുള്ള് തീർന്നിട്ടുണ്ട്. മാക്സിമത്തിൽ നിൽക്കണം കേട്ടോ. കാരണം ഇനി ഓടിച്ചു കഴിഞ്ഞാൽ കയറി പിടിക്കും, ആ ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ അത് നമ്മൾ അഴിച്ചു മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങും അഴിച്ചു മാറുന്നുണ്ട്. ഫ്രണ്ട് കോൺസെപ്റ്റ് ചെറിയൊരു അടിയിടേഴ്സ് ഉണ്ട്. അത് ഞാൻ ടൈറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റബിൾ ഇപ്പോൾ ബെയറിങ്ങാണ് വരുന്നത്. നമുക്ക് ടൈറ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു രീതിയിലും പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. ഫ്രണ്ട് ടയറിൻ്റെ കേസ് ഫുള്ള് മുട്ടയാണ്. ശരിക്കും ഇതൊക്കെ റെഡി ആക്കിയതിന് ശേഷം 2 ടയറും കൂടി മാറ്റിയിട്ടാലാണ് വണ്ടി ഓടിക്കുമ്പോൾ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവുള്ളൂ. കാരണം ബാക്ക് കിടക്കണം ഒന്നാമത് കട്ട ടയർ, ഫ്രണ്ടിലാണെങ്കിൽ കട്ടയില്ല. അപ്പോൾ അങ്ങനെ മാറ്റിയിട്ടാൽ തന്നെയാണ് അത് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം വണ്ടിയുടെ ഓടിച്ച് നോക്കുമ്പോഴുള്ളത്. പിന്നെ വണ്ടി എൻജിൻ സംബന്ധമായിട്ടൊരു പ്രശ്നം തോന്നണമെന്നില്ല. കാരണം റേസ് ചെയ്ത് നോക്കുമ്പോൾ പുകയുടെ പ്രസൻസൊന്നും കിട്ടിയില്ലായിരുന്നു. ഓയിൽ ലെവൽ കുറവോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ആ ക്യാം ചെയിൻ്റെ ടെൻഷനർ പോയിട്ടുള്ളൊരു ചെറിയൊരു ചിലമ്പൽ സൗണ്ട് കാണിക്കുന്നുണ്ട്. അത് പുറമേ നമുക്ക് അഴിച്ച് മാറ്റിയിടാവുന്ന കേസുള്ളൂ. ഈ വന്ന യൂണിറ്റ് അത് തൽക്കാലം മാറ്റിയിട്ട് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ആ ഭാഗം നമുക്ക് ക്ലിയർ ചെയ്യാം. മറ്റേ ലീക്കിന് വേണ്ടിയിട്ട് നമുക്ക് മോൾ ഭാഗം മാത്രം അഴിച്ചാൽ മതി. പിന്നെ കൂട്ടത്തിക്കടെ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് വാട്ടർ സർവീസും കാര്യങ്ങളും കൂടി ചെയ്താൽ കഴിഞ്ഞാൽ ക്ലിയർ ആയിക്കോളും. പിന്നെ കേബിൾ ഐറ്റംസ് കുറച്ചുണ്ട്. ഈ ലിവറൊക്കെ മാറ്റാനുണ്ട്. ലിവറൊക്കെ ബെൻഡായ കണ്ടീഷനിലൊക്കെ നിൽക്കുന്നുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.